ഈ കൂവലിനോട് എന്താ പ്രതികരണം? കാര്യമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന ഇപ്പോഴും ഈ പുള്ളി പുറത്ത് നിൽക്കാനല്ല, അകത്ത്, പ്രസ്ഥാനത്തിന് അകത്ത് നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനൊരു തെളിവ് കണ്ടില്ലേ? ഇപ്പോഴും അയാൾക്ക് കിട്ടുന്ന ആ ഒരു അംഗീകാരം കണ്ടില്ലേ? അയാളെ എല്ലാവരും ഇരു കൈകളും കൂട്ടിയാണ് സ്വീകരിക്കുന്നത് അല്ലേ? കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സന്തോഷം തോന്നിയൊരു വീഡിയോ, ഞാൻ ചിരിച്ച് എൻ്റെ ഊപ്പാടളകിയ ഒരു വീഡിയോ ആയിരുന്നു. റിനിയെ, സത്യപ്രതിജ്ഞയ്ക്ക് പോയ റിനിയെ UDF പ്രവർത്തകർ കണ്ടം വഴി കൂവി ഓടിച്ചതും, പിന്നെ അതിനേക്കാളും സന്തോഷം തോന്നിയൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ ആർപ്പ് വിളിച്ച് രാഹുലിനെ സ്വീകരിച്ച UDF പ്രവർത്തകരെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് അതിലേറെ എനിക്ക് സന്തോഷമായി. കാരണം ഇപ്പോഴും ആ ഒരു വ്യക്തിയെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴത്തേക്ക്, അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, റിനിയെ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണം. എത്ര ആളുകൾ റിനിയെ ഇഷ്ടമല്ലാത്തതായിട്ടൊന്ന് അറിയാനാണ്. അപ്പോൾ എല്ലാവരും റിനിയെ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു തരാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിനിയെ പറ്റിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ റിനിയെ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ചാനൽ കൂടെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ചേരെ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം റിനി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ആ ഒരു വീഡിയോ ഞാനും ചെയ്തിട്ടുണ്ട്. റിനിയെ കണ്ടം വഴി UDF പ്രവർത്തകർ, സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയ റിനിയെ UDF പ്രവർത്തകർ കണ്ടം വഴി കൂവി ഓടിച്ചിട്ടും ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഇളിച്ചുകൊണ്ട് ഓടിയത് നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പം അതിനുശേഷം ഇന്ന് റിനി അതിനുശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനകത്തങ്ങ് മെഴുകുവാണ്. എന്നെ കൂകി വിളിച്ചത് കോൺഗ്രസ്സുകാരല്ല, UDF പ്രവർത്തകരല്ല, എന്നെ കൂകി വിളിച്ചത് UDF പ്രവർത്തകർ അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവന്ത് റെഡ്ഡിയുടെ ഒരു ഫോട്ടോയും കൂടെ ഇട്ടുകൊണ്ട് ഇവരങ്ങ് മെഴുകുവാണ്. ഞാനതൊക്കെ ഇവിടെ വെച്ച് തരാം. അപ്പം അതിനു മുമ്പേ ആ ഒരു കൂവലൊന്നും കൂടെ നമുക്കൊന്ന് കാണാം, വ്യക്തമായിട്ട് നമുക്കൊന്ന് കാണാം. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടൊരു വീഡിയോക്കകത്ത് അത്രയും വ്യക്തമാകത്തില്ല, പക്ഷേ ഇതിനകത്ത് നല്ല വ്യക്തമാകുന്നുണ്ട്. അവരെ കൂവിയതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കൂടെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, സ്ത്രീകളും ഏറ്റവും കൂടുതൽ അവർ വെറുക്കുന്നത്, വെറുക്കുന്ന കാറ്റഗറിയിലുള്ളത് സ്ത്രീകളാണ് മുൻപന്തിയിലെന്നൊന്ന് ഓർക്കണം. അപ്പം ഇവരെ കയ്യിലിരിപ്പ് കൊണ്ടിട്ടല്ലേ ഇത്രയും വെറുപ്പ് സമ്പാദിച്ചത്. ഇവർ ഒരു ആരോപണം കൊണ്ടിട്ട് എന്നാൽ ഇവർ അതിനെ പറ്റിയിട്ടൊരു പരാതി പറയുകയോ അല്ല അതിന് ആ വ്യക്തിയുടെ പേര് പറയുകയോ ഒന്നും ചെയ്യാതെ മനഃപൂർവ്വം ആ ഒരു വ്യക്തിയെ ആ ഒരു ഇതിലേക്ക് കൊണ്ടിടാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിട്ടാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ റിനി അന്ന് ഈ ഒരു തെണ്ടിത്തരം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് മന്ത്രിയായിട്ട്, നല്ലൊരു വകുപ്പിലെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം അല്ലേ? അപ്പം ആ വ്യക്തിയുടെ രാഷ്ട്രീയം തന്നെ തകർത്ത് കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കി MLA പാലക്കാട്ടിലെ MLA ആയിരുന്ന രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി, രാജിയൊന്നും വെച്ചിട്ടില്ല, പക്ഷേ രാജിവെക്കുന്നതിന് തുല്യമാണല്ലോ. അവിടെ ഇലക്ഷൻ വന്ന സമയത്ത് രമേശ് പിഷാരടിയെ മത്സരിപ്പിച്ചു. പക്ഷേ അതൊക്കെ ഓക്കെ, അതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഒരു നോക്കിക്കഴിഞ്ഞാൽ UDF ഗുണം ചെയ്തിട്ടുണ്ടാകും. UDF അധികാരത്തിൽ വരണമെന്നാണ് UDF ഓരോ ആളുകളും ആഗ്രഹിക്കുന്നത്, ഓക്കെ. പക്ഷേ പുള്ളിക്ക് പറ്റിയ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പായിട്ടും രാഹുലിനെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യണം. കാരണം രാഹുൽ എന്നൊരു വ്യക്തിയെ ഇപ്പോഴും ജനങ്ങൾ ഇരു കൈ നീട്ടിയാണ് സ്നേഹിക്കുന്നതിനുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കണ്ടത്. ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ വെച്ച് തരാം. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്കിൽ മാത്രമേ ഇതുപോലുള്ള ടീംസിനെയൊക്കെ നമുക്ക് വലിച്ചു കീറി ഒട്ടിക്കാൻ പറ്റൂ. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഇതുപോലുള്ള രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയോട് കാണിച്ച് കൂട്ടി ഇതിനൊക്കെ നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇവരെ കാണുന്ന സമയത്ത് നമുക്ക് വലിച്ചേറി ഒട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നല്ലോ. അപ്പം ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പം ആദ്യം തന്നെ ഞാൻ ആ കൂകൽ നമുക്കൊന്നും കൂടെ ഒന്ന് കാണാം. എത്ര കണ്ട, ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു 50 വട്ടമെങ്കിലും കണ്ട് കാണും കേട്ടോ, റിപ്പീറ്റ് അടിച്ച്. എനിക്ക് ചിരിച്ച് ഊപ്പാട് വരികയും ചെയ്ത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം ഞാനതൊന്ന് വെച്ച് തരാം, ഒന്ന് കണ്ടു നോക്കിയേ, ഇരിക്കട്ടെ.
പറയാനുള്ള ഈ സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം നിലപാടുകളുടെ രാജാവ്. പിന്നെ എനിക്ക് പേഴ്സണലി വളരെ സന്തോഷമുണ്ട്. കാരണം വി.ഡി. സതീശൻ സാറ് എൻ്റെ MLA കൂടിയാണ്. ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു ആളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയത് എന്നുള്ളതിൽ വലിയൊരു സന്തോഷം. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ജനങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു എക്സ്പെക്ടേഷനിലൂടെ ജനങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് മുഖ്യമന്ത്രിയാക്കിയെന്ന് പറയാവുന്ന പോലെ ഒരു ഇതിലാണ് നമ്മൾ മുഖ്യമന്ത്രിയായത്. അപ്പോൾ അതിനനുസരിച്ച് ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കും. അതിനനുസരിച്ച് തന്നെ അദ്ദേഹം ഉയരും എന്ന് ഉറപ്പിച്ചെനിക്ക് അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നല്ലൊരു ഭരണം കാഴ്ചവെക്കും. ഈ കൂവലിനോട് എന്താ പ്രതികരണം? കാര്യമില്ല. ഞാനിവിടെ ഉണ്ട്. എടുക്കാൻ ആള് കൂടിയാണ്. ഞാനങ്ങോട്ട് വിളിക്കാം. വേൽത്താള് കണ്ടില്ലേ? സ്ത്രീകൾ ഉൾപ്പെടെയാണ് കൂകി ഓടിച്ച് വിട്ടത്. എന്നിട്ടും അവർ ചോദിക്കുന്നുണ്ട്, ചെങ്ങിന് നാണമാനം ഉടുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെ? അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ കാണൂ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ശേഷം റിനി വന്ന് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോ, രാഹുലിനെ എതി കൈകളും നീട്ടി സ്വീകരിക്കുന്ന അതൊക്കെ ഞാൻ വെച്ച് തരാം. അപ്പോൾ അതിനുശേഷം റിനി ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. റിനി ഈ കൂകലിന് ശേഷം ഇട്ടേക്കുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകുന്നതിന് മുമ്പും രമേശ് ചെന്നിത്തലയുടെ കൂടെ നിന്നുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ കൂടെ നിന്നുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക. സംതിങ് ഫിഷിയാണ് ഈ ഫോട്ടോസിനകത്തൊക്കെ കാണുന്നത്. വേറെ ഒന്നുമല്ല, കൂടെ നിന്നിട്ട് പണി തരാനുള്ള പരിപാടിയാണ് ഈ റിനി നോക്കുന്നതെന്ന് ഒന്ന് കരുതിയിരിക്കും. എനിക്കതേ പറയാനുള്ളൂ. മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിനോടും അതുപോലെ രമേശ് ചെന്നിത്തലയോടും എനിക്ക് പറയാനുള്ളത്, കൂടെ നിന്ന് പണിയെടുക്കണം. ഇവർ ഈ അടുത്ത സമയത്ത് കണ്ട ഞാൻ CPM എന്തോ ഒരു പരിപാടിക്ക് ഇവർ ആ വേദി പങ്കിടുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇവർ പറയുന്നുണ്ട് കോൺഗ്രസ്സുകാരിയാണെന്നും പറയുന്നുണ്ട്, CPM കാരിയാണെന്നും പറയുന്നുണ്ട്. ഇവർക്ക് തന്നെ അറിയത്തില്ല ഇവർ ഏത് പ്രസ്ഥാനമാണെന്ന്. അപ്പം രണ്ട് വെള്ളത്തിൽ ചാടി നിൽക്കുന്ന ആളുകളെ സൂക്ഷിക്കുക. എപ്പം വേണമെങ്കിലും പണി അടികൂടിയിട്ട് കിട്ടും. അതാണ് രാഹുലിനും കിട്ടിയത്. രാഹുലിന് ബർത്ത്ഡേ ആശംസകളും എല്ലാം നടത്തിയിരുന്ന ആളാണ്. അവസാനം എന്താണ് അടികൂടിയിട്ട് പണിഞ്ഞത് കണ്ടല്ലോ. അപ്പം അതുപോലെ ഒന്ന് സൂക്ഷിച്ചിരുന്നു. സംതിങ് ഫിഷിയാണ്. ഇവരെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ കൂകിയത് UDF പ്രവർത്തകരാണ്. UDF പ്രവർത്തകർ അല്ല, ഈ പറഞ്ഞിട്ടുള്ള വേറെ ആളുകളാണ് കൂവിയത്. അപ്പോൾ വേറെ ആളുകളെന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. വേറെ ആളുകൾ എത്ര പാർട്ടി നമ്മളെ കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, ഞാൻ അപ്പം അവർ റിനി ഇട്ടേക്കുന്ന ആ ഒരു പോസ്റ്റ് ഞാനിവിടെ നിന്ന് വായിക്കാം. അപ്പം മെയ് 18, 2026 എൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു സുദിനം. കുറച്ച് ദിവസം കൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇങ്ങനെ അങ്ങ് പുകഴ്ത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണോന്ന് അറിയാം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുമല്ലോ. എൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു സുദിനം. ഞാൻ MLA എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന വ്യക്തി കേരളത്തിൻ്റെ CM ആയ ദിവസം എൻ്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു. എൻ്റെ പൊന്നോ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം വേദിയിൽ നിന്ന് തന്നെ ആ ചരിത്ര മുഹൂർത്തം കണ്ണ് കുളിർക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുക, റിനിക്ക് എങ്ങനെയാണ് ഇത്രയും പ്രയോറിറ്റി കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റേജിനകത്ത് കയറി ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. രേവന്ത് റെഡ്ഡിയുമായിട്ട് തന്നെ Z+ കാറ്റഗറിയിലുള്ള ആളാണ് രേവന്ത് റെഡ്ഡി. ആ രേവന്ത് റെഡ്ഡിയുമായിട്ട് ഇന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ പുള്ളിക്കാരി എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. കണ്ണ് കുളിർക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ജസ്റ്റ് ഒരു നടിയായിട്ടുള്ള ഒരാൾക്ക് ഇത്രയൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇതിനകത്ത് എന്തൊക്കെയോ സംതിങ് ഫിഷി ഉണ്ടടി. അത് വേറെ കാര്യം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം ഒരുപാട് ദേശീയ നേതാക്കളെ അടുത്ത് കാണാനും സംസാരിക്കാനുമുള്ള അവസരം ലഭിച്ചു. ഇതെല്ലാം കണ്ട് കണ്ണുകടി ഉണ്ടായ ചില കുലംകുത്തികൾ ഊരയിട്ടു. സ്റ്റേജിനകത്തല്ലല്ലോ, നിങ്ങളെ വെളിയിൽ കണ്ടപ്പോഴേ എല്ലാവരും UDF പ്രവർത്തകർ തന്നെയാണ് നിങ്ങളെ കൂവി ഓടിച്ചിട്ടുള്ളത്, അല്ലാതെ വേറെ ആരും ഒന്നുമല്ല. അതിനെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടെ അപ്പോൾ തന്നെ അവഗണിക്കുകയും ചെയ്തു. അവർ കോൺഗ്രസ്സുകാർ നമ്മൾ കണ്ടപ്പോഴേ ഓടുന്നത് ഇളിച്ചുകൊണ്ട്.
അവർ കോൺഗ്രസ്സുകാരാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസ്സുകാർ അത്രയും സ്നേഹവായ്പോടെയാണ് എന്നോട് പെരുമാറിയത്. സത്യപ്രതിജ്ഞയ്ക്ക് വന്ന എന്നെ കോൺഗ്രസ്സുകാർ ആട്ടി ഓടിച്ചെന്ന് പറയുന്നവർക്കായി ചടങ്ങിൽ സന്നിഹിതനായിരുന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പമുള്ള എൻ്റെ ചിത്രം പങ്കുവയ്ക്കുന്നു. അപ്പോൾ അതും ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, Z+ കാറ്റഗറിയിലുള്ള രേവന്ത് റെഡ്ഡി, തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഇത് ഇവർക്ക് എങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ. ഇനി രാഹുലിന് കിട്ടിയ ഒരു വരവേൽപ്പ് ഈ സെയിം സ്ഥലത്ത്, റിനിക്ക് ഗൂഗിളിൽ കിട്ടിയ ഈ സെയിം സ്ഥലത്ത് രാഹുലിന് കിട്ടിയ വരവേൽപ്പ്, രാഹുലിനെ കണ്ടതും ജനങ്ങളുടെ ആ ഒരു സ്നേഹവും ഇതൊക്കെ ഒന്ന് ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകേ. എന്തല്ലേ, എല്ലാവരും കൈ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, സെൽഫി എടുക്കുന്നു, സ്ത്രീകൾ ഉൾപ്പെടെയാണ്. നാലോചിച്ച് നോക്കിയേ, കണ്ട, അമ്മമാർ, സ്ത്രീകൾ, കുട്ടികൾ, എല്ലാവരും കണ്ടില്ലേ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഇപ്പോഴും ഈ പുള്ളി പുറത്ത് നിൽക്കാനല്ല, പ്രസ്ഥാനത്തിന് അകത്ത് നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനൊരു തെളിവ് കണ്ടില്ലേ. ഇപ്പോഴും അയാൾക്ക് കിട്ടുന്ന ആ ഒരു അംഗീകാരം കണ്ടില്ലേ. അയാളെ എല്ലാവരും ഇരു കൈകളും കൂട്ടിയാണ് സ്വീകരിക്കുന്നത് അല്ലേ, കണ്ടില്ലേ. എന്തൊരു ക്രൗഡാണെന്ന് നോക്കി അവിടെ, കണ്ടില്ലേ. അപ്പം എന്നാലും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാലും ഗംഭീര ഒരു തിരിച്ചുവരവ് തന്നെ നടത്തട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത്. കാരണം തിരിച്ചു വരണം. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. അപ്പം അത് മാനസ പൂർണ്ണമി എന്ന് പറഞ്ഞൊരു ഒരു ഐഡിയിൽ നിന്നിട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പം അതിനകത്തും റിനിയുടെ ഒരു ഫോട്ടോ, റിനി ഫേസ്ബുക്കിനകത്തൊരു ഫോട്ടോ പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ മുഖ്യമന്ത്രി എല്ലാവരും ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ സെൽഫി എടുക്കുന്ന, എല്ലാവരുമായിട്ട് കോൺഗ്രസ് പ്രവർത്തകരും എല്ലാവരുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ സെൽഫി എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെതിരെയാണ് പറയുന്നത്. അപ്പം കമൻറ്റിൽ ഇതിൽ പോസ്റ്റിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, Z+ കാറ്റഗറി സുരക്ഷ ആണ് രേവന്ത് റെഡ്ഡിക്ക്. ഞാൻ ആദ്യം പറഞ്ഞത് അത് തന്നെയാണ്, സെയിം തന്നെയാണ്. സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ പോലും വേദിക്ക് മുന്നിൽ തടയപ്പെട്ടു. ശരിയല്ലേ? എത്ര പേരാണ്, എന്തിനു പറയുന്നത്, ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആ മഹാനായ മനുഷ്യൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ പോലും നിന്ന സ്ഥലം നമ്മളെവിടെയാണെന്ന് കണ്ടല്ലോ. വിയർത്ത് കുളിച്ച് നിന്നത് ഷാഫി പറമ്പിൽ. അങ്ങനെ എത്രയോ ആളുകൾ നിന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അവർക്കൊന്നും കിട്ടാത്തൊരു അവസരം ഈ റിനിക്ക് എങ്ങനെ കിട്ടി? റിനി എങ്ങനെ അവിടെ എത്തി? ഇതൊക്കെ സംതിങ് ഫിഷി ഉണ്ടേ, ഇതൊക്കെ സംതിങ് ഫിഷിയാണ്. ഇതൊക്കെ മുന്നിൽ തടയപ്പെട്ടു. ഒരു FB പോസ്റ്റ് പോലും ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിടാത്ത വ്യക്തിയാണ് ഈ റിനി. ശരിയാണ്, അത് ഞാനും കണ്ടിട്ടുണ്ട്. ഞാനും ചെക്ക് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് വല്ലതും മലിച്ചീരി ഒട്ടിക്കാൻ വല്ലതും കിട്ടുന്നുണ്ടോ. പോരാത്തതിന് കമ്മ്യൂണിസ്റ്റ് കുടുംബം കോൺഗ്രസ് ജയിച്ച ഉടനെ ഈ വെള്ളത്തിൽ കാലുകുത്തി. ശരിയല്ലേ? ഇവർ ഈ അടുത്ത സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തൊരു മഹിളാ പ്രവർത്തകർ ഒരു പരിപാടി എന്തിലാണ്ട് ഇവർ പങ്കെടുക്കുന്നതും പ്രസംഗിക്കുന്നതൊക്കെ ഞാനും കണ്ടായിരുന്നു. ഇനി റിനി മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇവിടെ വായിക്കാം. നിങ്ങളെല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തൻ ഇല്ലേ? നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിക്കുമ്പോഴും ഉയർന്നു വന്ന ഒരുത്തൻ, നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിക്കുമ്പോഴും ആളിക്കെത്തിയ ഒരുത്തൻ, വനമാസമല്ല ഇനി പട്ടാഭിഷേകം. ഇതൊക്കെ ആരോടാണ് പറയുന്നത്? UDF പ്രവർത്തകരോടാണോ? കോൺഗ്രസ്സുകാരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് VDയെ മുഖ്യമന്ത്രി ആക്കിയതും VDയെ അംഗീകരിച്ചതും സപ്പോർട്ട് ചെയ്തതും. അതിപ്പോഴും ഉണ്ട്. പിന്നെ ഇവർ ഇത് ആരടുത്താണ് പറയുന്നത്? പറഞ്ഞുള്ള CPM-നോടാണ് പറയുന്നത്. അപ്പോൾ ഇവർ CPM പ്രസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ട്, രണ്ട് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇപ്പുറം വരുമ്പം അപ്പുറം അങ്ങോട്ട് തിരിഞ്ഞെന്ന് സംസാരിക്കും, അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് സംസാരിക്കും. അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവരെ സെറ്റപ്പ് കേട്ടോ. പത്മനാഭൻ്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും. എന്തായാലും നല്ല രീതിയിൽ സുഖിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇവർ സുഖിപ്പിക്കുന്നവരൊക്കെ ഒന്ന് കരുതിയിരുന്നു. ഇവരെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ലെന്ന് നമുക്ക് മനസ്സിലായതാണ് പല കാര്യങ്ങളിലും. ഇനി ഞാനിവിടെ ഒരു FB-യിൽ വന്ന ഒരു പോസ്റ്റ് ഞാനോട് വായിക്കാം.
ദ ഫൈനൽ ന്യൂസ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സത്യപ്രതിജ്ഞ കാണാനെത്തിയ റിനി ആൻഡ് ജോർജിനെ കൂകി വിളിച്ചു കോൺഗ്രസ് പ്രവർത്തകർ. സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയ റിനി നടന്നു പോകുന്നതിനിടെ ആളുകൾ കൂകി വിളിക്കുകയായിരുന്നു. ഒരു അഭിമുഖത്തിനിടെ റിനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് റിനി. സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത സമയത്ത് അഭിനന്ദനങ്ങളുമായി റിനി പോസ്റ്റ് ഇട്ടിരുന്നു. ഇവർ നമ്മൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ കുറ്റം പറയേണ്ട കാര്യമില്ല, കുറ്റം പറഞ്ഞല്ല ഈ ഒരു പോസ്റ്റും, അതിപ്പോൾ ഞാൻ പറയണം. പക്ഷേ ഇവരങ്ങോട്ട് ചെന്ന് ഒട്ടുവാണിടേ, ഓരോ ആളുകളെടുത്തും അങ്ങോട്ട് ചെന്ന് ഒട്ടുവാണ്. ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിശേഷങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഒട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പത്മനാഭൻ്റെ മണ്ണിൽ ഇനി എൻ്റെ സി പത്മനാഭൻ വാഴും നേരത്തെ പറഞ്ഞ പോസ്റ്റിൻ്റെ കാര്യമാണ് എന്നായിരുന്നു അന്നത്തെ പോസ്റ്റ്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചും റിനി അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. റിനിയുടെ ഒരു അഭിമുഖത്തിലെ വെളിപ്പെടുത്തലുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധത്തിലാക്കിയത്. ഇതേ തുടർന്നാണ് രാഹുലിനെതിരായ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നതും പീഡനത്തിനിരയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതും. യുവ നേതാവിൻ്റെ അടുത്തു നിന്നും മോശം സമീപനം ഉണ്ടായിരുന്നുവെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. ഈ വിഷയത്തിൽ പലരോടും സംസാരിച്ചെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന പല മാന്യന്മാർക്കും ഹൂ കേസ് എന്ന ആറ്റിറ്റ്യൂഡാണെന്നും റിനി പറഞ്ഞിരുന്നു. വെളിപ്പെടുത്തലിന് പിന്നാലെ റിനിക്കെതിരെ പലതവണയായി സൈബർ അറ്റാക്ക് നടന്നിരുന്നു. ഓക്കെ, അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇവർ ഒരാൾ കാരണമാണ് ഇന്ന് മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്ന ഒരാളായ രാഹുൽ മാങ്കൂട്ടം ഇന്ന് പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ. ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതും ഞാൻ ഇവിടുന്ന് വായിക്കാം. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സൂക്ഷിച്ചോ രമേശ് ചെന്നിത്തല സാറേ, നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചു വെച്ചോ, നിങ്ങൾക്കൊരു അഭിനന്ദനങ്ങൾ ഇട്ടിട്ടുണ്ട്. സതീശൻ സർക്കാരിനെ കെട്ടുറപ്പോടെ നയിക്കാൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അങ്ങയുടെ സാന്നിധ്യം വലിയൊരു കൂട്ടാകുമെന്ന പ്രതീക്ഷയോടെ പ്രിയപ്പെട്ട രമേശ് ജിക്ക് സ്നേഹ അഭിവാദ്യങ്ങൾ. റിനി ആൻഡ് ജോർജ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ്. എന്തായാലും ഇവരെയൊക്കെ പറ്റിയിട്ട് റിനി ആൻഡ് ജോർജിനെ പറ്റിയിട്ട് ഈ വിഷയത്തൊക്കെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.